ഇന്നൊരു ട്രാവൽ വീഡിയോ സംഭവമൊന്നുമല്ല കേട്ടോ. ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ക്യാമറയും ഗിയേഴ്സും ഒന്ന് പരിചയപ്പെടുത്താനായിട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ വെൽക്കം. അപ്പോൾ ഞാൻ ആദ്യമേ നമ്മുടെ സോണിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ യൂസ് ചെയ്യുന്ന സിനിമാറ്റിക് ഷോട്ട്സ് എടുക്കുന്ന, സ്ലോ മോഷൻ ഷോട്ട്സ് എടുക്കുന്ന നമ്മുടെ സ്വന്തം ക്യാമറ. ഒരുപാട് പേര് ചോദിച്ചൊരു സംഭവമാണ്, ഞാൻ ഏതിലാണ് നമ്മുടെ സിനിമാറ്റിക് ഷോട്ട്സ് എടുക്കുന്നതെന്ന്. ദേ ഈ കാണുന്ന സോണി A7R3 എന്ന് പറയുന്ന മോഡലിലാണ് നമ്മുടെ സിനിമാറ്റിക് ഷോട്ട്സും നമ്മുടെ കാടിൻ്റെ ഭംഗിയും എല്ലാം എടുക്കുന്നത്. പിന്നെ ഇതിലുള്ള ലെൻസ് എന്ന് പറയുന്നത് 50mm ലെൻസാണ്, 1.8. അപ്പോൾ ഇതിൽ സെറ്റിങ്സ് പറയുകയാണെങ്കിൽ 120 ഫ്രെയിംസിലാണ് ഞാൻ നമ്മുടെ സ്ലോമോ വീഡിയോസൊക്കെ എടുക്കുന്നത്. എല്ലാം ഹാൻഡ് ഹെൽഡാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇവിടെ ഒരു ഗിംബൽ ഇരിപ്പുണ്ടല്ലോ എന്ന്. ഗിംബലിൻ്റെ കഥ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഞാനിപ്പോൾ റീസെൻ്റ്ലി മേടിച്ചിട്ടേ ഉള്ളൂ. ഒരിക്കലും നമ്മുടെ വ്ലോഗിൽ ഈ ഗിംബൽ യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്യാനും ചാൻസ് തീരെ കുറവാണ്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന, ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ക്യാമറയും ലെൻസും. പിന്നെ സോണിക്ക് മുന്നേ ഞാൻ യൂസ് ചെയ്തിരുന്ന ക്യാമറ എന്ന് പറയുന്നത് നമ്മുടെ കാനോൺ 5D Mark III ആയിരുന്നു. 5D Mark III 50mm ലെൻസാണ് ഇപ്പോൾ ഇതിനകത്ത് ഇട്ടേക്കുന്നത്. ഇതിൽ ഒരുവിധം കുറച്ച് വീഡിയോസൊക്കെ ചെയ്യുമായിരുന്നു. ഇതിനകത്ത് നമുക്ക് ഫുൾ HD 24 ഫ്രെയിംസ് മാത്രമേ കിട്ടത്തുള്ളായിരുന്നുള്ളൂ. അപ്പോൾ അത് കാരണം വീഡിയോയ്ക്ക് സ്ലോ മോഷൻ ഇതിനകത്ത് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ HD നമുക്ക് 50 ഫ്രെയിംസാണ് കിട്ടിക്കൊണ്ടിരുന്നത് വെച്ചാൽ. ഇതൊരു സ്റ്റിൽ ഓറിയൻറ്റഡ് ക്യാമറയാണ്. സ്റ്റിൽസ് എടുക്കാനായിട്ട് ഇത്രയും അടിപൊളി ക്യാമറ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അത്യാവശ്യം ബോഡിക്ക് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇതും 70-200 ആയിട്ട് ഒരുപാട് വർക്ക്സ് എടുത്തിട്ടുണ്ട്. എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് നമുക്ക് താങ്ങാൻ കൂടി പറ്റത്തില്ല, അത്രയും വെയിറ്റാണ്. അപ്പോൾ ഇതൊരു എന്താ പറയുക, നമുക്കൊരു ശരിക്കൊരു ക്യാമറ എന്നത് ഇത്രയും സൈസ് വേണം. അതാണ് എൻ്റെ ഒരു ഇത്. നല്ലൊരു ഹെവി ലുക്കാണ് ഇതിൽ. നമ്മുടെ 70-200 കൂടി ലെൻസും കൂടി കയറി കഴിഞ്ഞാൽ ഈ ക്യാമറ ഞാൻ എടുക്കുന്ന സമയത്ത് ഞാൻ റേറ്റ്സ് എല്ലാം അവസാനം പറയാം. ഇതിപ്പോൾ ഞാൻ കറൻ്റ് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് സ്റ്റിൽസ് എടുക്കാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ കുറച്ചായി നമ്മുടെ സോണി വന്നതിന് ശേഷം ഇവനെ യൂസ് ചെയ്യുന്നത് തീരെ കുറവാണ്. ഇത് നമ്മുടെ കാനോണിൻ്റെ 24-105 ലെൻസാണ്. 4 ആണ് ഓപ്പണിംഗ് വരുന്നത്. നമ്മുടെ 5D Mark IIIയുടെ കിറ്റ് ലെൻസായിരുന്നു ഇത്. അത്യാവശ്യം ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ മാരേജ് ഫങ്ഷനും എന്തൊക്കെ ഫങ്ഷൻസ് വന്നാലും സേഫായിട്ട് എടുക്കാനായിട്ട് പറ്റിയൊരു ലെൻസാണ്. കാരണം ഒരു വൈഡ് ലെൻസ് എന്ന് പറയാനായിട്ട് ഇപ്പോൾ കയ്യിലുള്ളത് ഇത് മാത്രമാണ്. ഇപ്പോൾ ഈ ലെൻസ് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ സോണിയിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഡയറക്റ്റ്ലി. നമുക്കപ്പോൾ നമ്മുടെ സിഗ്മയുടെ അഡാപ്റ്റർ ഇട്ടിട്ടാണ് ഈ ഒരു ലെൻസ് യൂസ് ചെയ്യുന്നത്. പക്ഷേ സിഗ്മയുടെ അഡാപ്റ്റർ ഇട്ട് യൂസ് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്കസും കാര്യങ്ങളും ഒന്നും കിട്ടത്തുകൂടിയില്ല. ഇരുന്ന് കറങ്ങി കളിക്കും എന്നല്ലാണ്ട് ഈ തിമിരം ബാധിച്ച പോലെ ഫോക്കസ് പിടിക്കത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ നമ്മുടെ ഈ അഡാപ്റ്റർ ഇട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫംഗ്ഷനൊക്കെ എടുക്കുന്ന സമയത്ത് ഇച്ചിരി റിസ്ക്കാണ്. പിന്നെ ഇത് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ലെൻസ് 70-200. ഇവനില്ലാണ്ട് ട്രാവലിങ്ങിൽ ഒരു പരിപാടി നടക്കത്തില്ല. ഹെവിയാണ്, അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെവി ആയിട്ടുള്ള ലെൻസാണ്. ഇതിൻ്റെ സ്പെക്ക് പറയുവാണെങ്കിൽ ഇത് കണ്ടില്ലേ, IS2 ആണ് ഇതിൻ്റെ ഇത് വരുന്നത്. അതും 2.8 ആണ്. 1,45,000 സംതിങ് ആയിരുന്നു ഞാൻ എടുത്ത ടൈമിൽ. അപ്പോൾ എനിക്ക് ഈ ലെൻസ് ഒരിക്കലും എന്താ പറയുക, ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ്. ട്രാവലിങ്ങിൽ ഇതില്ലെങ്കിലും നമുക്ക് ആ ഒരു ട്രാവലിംഗ് വൈബൊന്നും കിട്ടത്തില്ല. ടെലി സംഭവങ്ങൾ അല്ലെങ്കിൽ സൂം ചെയ്തെടുക്കേണ്ട കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് ഈ ലെൻസ് ഇല്ലെങ്കിലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതും കാനോണിൻ്റെ ലെൻസ് തന്നെയാണ്. പക്ഷേ നമ്മളിപ്പോൾ സോണി A7R3 ഒരു ഈ സിഗ്മയുടെ അഡാപ്റ്റർ യൂസ് ചെയ്തിട്ടാണ് ഇടുന്നത്. പക്ഷേ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇതിൽ ഫോക്കസ് ഇഷ്യൂ ഇതിനകത്ത് ഉണ്ട്. ഫോക്കസ് പിടിക്കത്തില്ല. അപ്പോൾ നമ്മൾ മാനുവലി വേണം ഫോക്കസ് ചെയ്ത് നമുക്ക് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാനായിട്ട്. പിന്നെ നമ്മുടെ മെയിൻ ആൾ Hero 9 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിന് മുന്നേ Hero 6 ആയിരുന്നു. Hero 6ഉം അടിപൊളി ക്യാമറ തന്നെയായിരുന്നു. പക്ഷേ നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യണമല്ലോ. അപ്ഡേറ്റ് ചെയ്ത് അങ്ങനെ ഞാൻ ഇപ്പോൾ എടുത്തതാണ് ഈ Hero 9. ഇവനിപ്പോൾ എടുത്തിട്ട് 1 വർഷത്തിന് മേളിലായി. Hero 9 ഇറങ്ങിയ ടൈമിൽ ഞാൻ എടുത്തതാണ്. 10 ഇറങ്ങി. 10ലെ അപ്ഡേറ്റ്സ് ഞാൻ കണ്ടായിരുന്നു. 10ലെ അപ്ഡേറ്റ്സിൽ ഫ്രണ്ടിലത്തെ ഡിസ്പ്ലേ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുണ്ട്, കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഫ്രണ്ടിലത്തെ ഡിസ്പ്ലേ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ 9 ആണെങ്കിൽ പോലും യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഇങ്ങനെ വ്ലോഗ് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ ചെയ്യാറില്ല. ഫേസ് കാണിച്ച് വ്ലോഗ് ചെയ്യുന്നത് പരിപാടി നമുക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതിനകത്താണ് നമ്മുടെ മോട്ടോ വ്ലോഗിങ്ങും നമ്മുടെ കഥയൊക്കെ പറയുന്ന ക്യാമറ ഇതാണ് ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യുന്നത് നമ്മുടെ GoPro. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നതെന്നുള്ളത്. ഇതാണ് നമ്മുടെ Hero 9. ഇതിലേക്ക് മൈക്ക് കണക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയ മോഡാണ് ഈ കാണുന്നത്. ഈ ഒരു മീഡിയ മോഡിന് ഏകദേശം 7,500 റേറ്റ് വരുന്നുണ്ട്. പക്ഷേ ഞാനിത് സെക്കൻഡ്സ് എടുത്തതാണ്. ഈ ഒരു മീഡിയ മോഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മോട്ടോ വ്ലോഗിങ്ങും പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് നമ്മുടെ GoProയിലേക്ക് മൈക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇനിയുള്ള അപ്ഡേറ്റിലെങ്കിലും അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. GoProയുടെ ആക്സസറീസൊക്കെ ഒരു രക്ഷയില്ലാത്ത റേറ്റാണ്. അപ്പോൾ ഇതിലേക്കാണ് നമ്മുടെ മൈക്കും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുന്നത്. ഇതിന് മുന്നേ ഞാൻ നമ്മുടെ GoProയുടെ മൈക്ക് അഡാപ്റ്റർ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്.
പക്ഷേ അത് പ്രാക്ടിക്കലി അത്ര ഒരു നല്ല സാധനമല്ല അത്. അപ്പോൾ അതിലും നല്ലത് ഒരു മീഡിയം മോഡ് എടുക്കുവാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ നമ്മുടെ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ ഞാൻ പറയുന്ന കഥയൊക്കെ റെക്കോർഡ് ചെയ്യുന്ന മൈക്ക് ഇതാട്ടോ. ഇതാണ് ബോയയുടെ മൈക്കാണ്. ഇത് ഓൾമോസ്റ്റ് 600 700 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത്രയും നീളമുള്ളൊരു മൈക്കായിരുന്നു നമ്മുടെ ഹെൽമെറ്റിനുള്ളിൽ ചുറ്റി വെച്ചത്. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എലിവാല് പോലത്തെ സംഭവം ഉണ്ടല്ലോ റോഡിൻ്റെ, ഈ ഒരു കണക്ടർ ഇല്ലാണ്ട് നമുക്ക് നമ്മുടെ ഗോപ്രോയിൽ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു കണക്ടറിന് ഓൾമോസ്റ്റ് ഒരു 1000 രൂപീസ് സംതിങ് ഉണ്ട്. പിന്നെ ഫൈനലി ചെയ്തൊരു അപ്ഡേറ്റ് ആണ് നമ്മുടെ ഈ റോണിൻ SE2. ഈ ഒരു ഗിംബൽ എടുക്കാൻ കാരണം വേറൊന്നുമല്ല, ഞാൻ ഈ ഒരു വ്ളോഗിന് പുറമെ ഞാനൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും കൂടിയാണ്. അപ്പോൾ വർക്കിന് ഇവനില്ലാണ്ട് ഒരു പരിപാടി നടക്കത്തില്ല. നമുക്ക് വ്ളോഗിലൊക്കെ ആണെങ്കിൽ ഹാൻഡ് ഹെൽഡായിട്ട് നമ്മൾ A7R3 യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് നമുക്ക് വർക്കിന് ഇവനില്ലാണ്ട് പറ്റത്തില്ല. കാരണം ആ ഒരു സ്റ്റെബിലിറ്റി ഇറ്റ് മീൻസ് എ ലോട്ട്. അതില്ലാണ്ട് നമുക്ക് പരിപാടി നടക്കത്തില്ല. അപ്പോൾ ഈ ഒരു ഗിംബൽ ഒരിക്കലും ഞാൻ നമ്മുടെ ട്രാവൽ വ്ളോഗിലൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. ചെയ്യാത്ത വേറൊന്നും കൊണ്ടല്ല, ഇതുമായിട്ട് ട്രാവൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇത് സേഫായിട്ട് കൊണ്ട് നടന്നില്ല എങ്കിൽ നല്ല രീതിയിൽ 8ൻ്റെ പണി കിട്ടും. 40,000 രൂപയോളം വില വരുന്നതാണ് ഇതിന്. ഞാനിത് റീസെൻ്റ്ലി മേടിച്ചതേ ഉള്ളൂ. ഞാനിതിൻ്റെ ശരിക്കുള്ള പണിയൊക്കെ പഠിച്ച് വരുന്നതേ ഉള്ളൂ. കുഴപ്പമില്ല, അടിപൊളിയാണ്. ഇതിലെ ഫൂട്ടേജസൊക്കെ ഞാൻ ഇടയ്ക്ക് റീൽസൊക്കെ ഇടാറുണ്ട്. സോ ഞാനിപ്പോൾ പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആണ്. എൻ്റെ കയ്യിൽ കിട്ടിയ കുറച്ച് ഗാഡ്ഗറ്റ്സ് എടുത്ത് ഞാനിവിടെ നിരത്തി വെച്ചതേ ഉള്ളൂ. ഇതിന് പുറമെ ട്രൈപോഡ്സ് ഉണ്ട്, മോണോപോഡ്സ് ഉണ്ട്, ലൈറ്റ്സ് ഉണ്ട്. എലിംഗ്രോമിൻ്റെ ഞാനൊരു 30,000-35,000 രൂപയുടെ ലൈറ്റ്സ് FX200 ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റുഡിയോ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഈ ഒരു വ്ളോഗിന് പുറമെ എൻ്റെ മെയിൻ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫിയാണ്. അപ്പോൾ വർക്ക്സ് ഇല്ലാണ്ട് നമുക്കൊരിക്കലും പറ്റത്തില്ല. യൂട്യൂബിൽ നിന്നുള്ളൊരു ലിമിറ്റഡ് ഇൻകം അതും ഇതുവരെ കിട്ടി തുടങ്ങിയിട്ട് പോലും ഇല്ല. നമ്മുടെ ഇതിൽ മോണിറ്റൈസേഷൻ കാര്യങ്ങളൊക്കെ ഓൺ ആയിട്ടുണ്ട്. നമ്മുടെ അക്കൗണ്ടിലേക്ക് ആഡ്സെൻസിലേക്ക് പൈസ കയറി വരുന്നേ ഉള്ളൂ. പക്ഷേ ഒരിക്കലും നമുക്കത് യൂട്യൂബിലെ ഇൻകം വെച്ച് ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ പരിപാടി ഒന്നും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ആസ് യു ക്യാൻ സീ ഇത്രയും ഗാഡ്ഗറ്റ്സ്, ഈ ഗാഡ്ഗറ്റ്സിൻ്റെയൊക്കെ ഒരു റേറ്റ് പറയുവാണെങ്കിൽ ഞാൻ ആദ്യമേ നമുക്ക് ഗിംബലിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ ഒരു ഗിംബലിന് ഓൾമോസ്റ്റ് വന്നിട്ട് 40,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഈ ഒരു ലെൻസ് 70-200 2.8 IS2 ഞാൻ എടുത്ത സമയത്ത് 1.45-48 സംതിങ് ആയിരുന്നു. ഒരു 4-5 വർഷമായിട്ടുണ്ട്. A7R3 ബോഡിക്ക് മാത്രം 2,07,000 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. ഈ 50mm ലെൻസിന് 19,000 രൂപ റേറ്റ് വരുന്നുണ്ട്. പിന്നെ 5D മാർത്തിക്ക് അന്ന് എടുത്ത ടൈമിൽ 1,85,000 രൂപയും. ഈ 50mm ലെൻസ് അന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല, പിന്നെ സെപ്പറേറ്റ് എടുത്തതാണ്. അന്ന് 7,500 രൂപയായിരുന്നു ഈ 50mm ലെൻസിൻ്റെ റേറ്റ് വരുന്നത്. ഇത് 1.8 ആണ്. പിന്നെ നമ്മുടെ കിറ്റ് ലെൻസ് വന്നിട്ട് 24-105 ആണ്. 4 ആണ് ഓപ്പണിംഗ് വരുന്നത്. അന്ന് ഇതിന് ഓൾമോസ്റ്റ് 45,000 രൂപയായിരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ലാപ്പിൻ്റെ റേറ്റ് വന്നിട്ട് അന്ന് 25-30 സംതിങ് ആയിരുന്നു. ഇത് ഒരുപാട് വർഷമായി, 5-6 വർഷത്തിന് മേളിലായിട്ടുള്ള ലാപ്പാണ്. പിന്നെ അടുത്ത് നമ്മുടെ മാക്ബുക്ക് പ്രോയുടെ റേറ്റ് അറിയാമല്ലോ, 1.35 മേളിലാണ് ഇതിൻ്റെ റേറ്റ് വന്നത്. പിന്നെ ഇതിന് തന്നെ ഒരു 7,500 റേറ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗോപ്രോയ്ക്കാണെങ്കിൽ ഒരു 45,000-48,000 രൂപ വന്നു. ഞാനന്ന് മൈക്ക് അഡാപ്റ്റർ കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങിയ ടൈമിലായത് കാരണം അത്യാവശ്യം നല്ലൊരു പ്രൈസിങ് ആയിരുന്നു ഇതിന് ഗോപ്രോയ്ക്ക്. പിന്നെ നമ്മുടെ മീഡിയ മോഡ് ഇതിന് ഓൾമോസ്റ്റ് 7,500 റേറ്റ് വരുന്നുണ്ട്. പക്ഷേ ഞാനത് സെക്കൻഡ്സ് എടുത്തതാണ്. നല്ലൊരു റേറ്റിൽ നമുക്ക് നമ്മുടെ ഷെമീൻ പ്രോയുടെ എന്നാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വേറൊന്നുമല്ല, ഇത്രയും രൂപ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ ഇൻവെസ്റ്റിംഗ്. ഇതൊരിക്കലും നിൽക്കുന്നില്ല ഈ ഒരു പ്രോസസ്സ്. മാസം നല്ലൊരു പേയ്മെൻറ്റ് മന്ത്ലി EMI ആയിട്ടും പോകുന്നുണ്ട്. അപ്പോൾ അതിനും ഒരു ഫണ്ട് നമ്മൾ മാറ്റി വെച്ചില്ലെങ്കിൽ നമ്മുടെ പരിപാടിയൊന്നും നടക്കത്തില്ല. ഒരിക്കലും ഒരു യൂട്യൂബിന് വേണ്ടി ഇത്ര ഇൻവെസ്റ്റ് ചെയ്യാനല്ല ഞാൻ പറയുന്നത്. ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമുക്കൊരു യൂട്യൂബ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനാണെങ്കിൽ നമ്മുടെ ഒരു മൊബൈൽ തന്നെ മതി, ധാരാളമാണ്. പക്ഷേ നമുക്ക് ഒരു പാഷൻ, നമ്മുടെ ഒരു ഫയർ ഉള്ളിലുള്ളത് കാരണം നമ്മുടെ വർക്ക്സിന് കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ടാവണം, കുറച്ചുകൂടി എൻഗേജിങ് ആവണം, ഒരു മടുപ്പ് തോന്നരുത്. ആ ഒരു ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത കാരണമാണ് ഈ ഗാഡ്ഗറ്റ്സ് എല്ലാം നമ്മുടെ വ്ളോഗിലും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതൊന്നും ഒരു റിട്ടേൺസും പ്രതീക്ഷിച്ചുകൊണ്ടല്ല. നമ്മൾ ചെയ്യുന്നൊരു വർക്ക് പിന്നീട് ആരെങ്കിലും നല്ലതാണെന്ന് പറയുമ്പോൾ ആ ഒരു ക്വാളിറ്റി നല്ലതാണ്. ഒരു യൂട്യൂബിന് വേണ്ടിയിട്ട് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമില്ല. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇറ്റ്സ് ഓൾ അവർ പെർസ്പെക്റ്റീവ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടാവണം, കുറച്ച് സിനിമാറ്റിക് ഷോട്ട്സ് കയറണം, നല്ല രീതിയിലൊരു ഒരു ഫീൽ ഗുഡ് സാധനം എനിക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെയുള്ളൊരവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഗാഡ്ഗറ്റ്സും ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ ചെയ്തിട്ട് നമ്മളോട് ഒരാൾ വന്നിട്ട്, ഒരു സെലിബ്രിറ്റി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഫോട്ടോ എടുത്ത് തരണം. പൈസയൊന്നും തരാൻ പറ്റത്തില്ല. വേണമെങ്കിൽ 2 നേരത്തെ ഫുഡ് തരാം, അല്ലെങ്കിൽ ആ ഇടുന്ന ഫോട്ടോയുടെ താഴെ ഒരു മെൻഷൻ തരാം. ഒരിക്കലും ആ ഒരു മെൻഷൻ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത മാസത്തെ EMI അടയ്ക്കാൻ പറ്റുമോ ഈ ക്യാമറയുടെ?
ഒരിക്കലും പറ്റത്തില്ല. എൻഡ് ഓഫ് ദ ഡേ ക്യാഷിന് ക്യാഷ് തന്നെ വേണം. കാരണം നമ്മളെടുക്കുന്ന എഫേർട്ട് അല്ലെങ്കിൽ ഇനി കൊടുക്കാനുള്ള EMI ഇതെല്ലാം നമ്മൾ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. നമ്മളെ വർക്കിന് വിളിക്കുന്ന ആൾ ഇതൊന്നും അവർ അവരുടെ സൈഡ് മാത്രമേ അവർ ചിന്തിക്കത്തുള്ളൂ. ഒരിക്കലും നമുക്ക് വേറൊരാളുടെ പെർസ്പെക്റ്റീവ് ഒന്നും നോക്കത്തില്ല. അതിപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവർക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടാവും ഇത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതാണ് ഇതാണ്. നമുക്കാരെയും എല്ലാവരോടും പ്രൂവ് ചെയ്ത് നടക്കാനോ പറഞ്ഞു നടക്കാനോ ഒന്നും പറ്റത്തില്ല. എന്നെപ്പോലെ പലരും പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ഈ കൊളാബ് എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പേടിയാണ്. നമുക്ക് ഇപ്പോൾ ഒരു കൊളാബ് ചെയ്തു, നമ്മളിപ്പോൾ ഒരു കൊളാബ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ ഈ ഒരു വർക്ക് കണ്ടിട്ട് അടുത്ത വർക്കിലേക്ക് വിളിക്കാൻ. അടുത്ത ആൾ വിളിക്കുന്നതും അടുത്ത കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കൊളാബുകൾ മാത്രം ചെയ്യാനായിട്ട് നമുക്ക് ഇത്രയും രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. പലപ്പോഴും നമുക്ക് തന്നെ ഡിപ്രഷനിലേക്ക് പോകുന്നൊരവസ്ഥ തന്നെ വന്നിട്ടുണ്ട്. ഇത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്തു, ഇനിയും EMI അടയ്ക്കാനുണ്ട്. നമുക്ക് ഇത് മാത്രമല്ല, ഇതൊക്കെ കൊണ്ട് സേഫായിട്ട് നടക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാവലിങ്ങിൽ നമുക്ക് ബൈക്കിലാണ് സ്ഥിരം പോകുന്നത്. നമുക്കൊരിക്കലും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. അത് കാരണം എല്ലാ എക്യുപ്മെൻറ്റ്സും നമ്മുടെ കയ്യിലുണ്ടാവും. ഒരു വീഴ്ചയോ അല്ലെങ്കിൽ ഒന്ന് തെന്നി വീണാൽ മതി ബൈക്കിൽ, ഈ എക്യുപ്മെൻറ്റ്സ് എല്ലാം ഏതെങ്കിലും വഴിക്ക് പോകും. എന്തൊക്കെ ഡാമേജസ് പറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇതിപ്പോൾ നമ്മൾ വേറൊരാൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് അവർക്ക് നമുക്ക് ഫ്രീ ആയിട്ടായിരിക്കും ചെയ്ത് കൊടുക്കുന്നത്. അതിനിടയിൽ നമ്മുടെ ക്യാമറ ഒന്ന് നിലത്ത് വീണാൽ ഒന്ന് വിചാരിക്കാൻ ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് നമുക്കതൊക്കെ. എന്തെങ്കിലും ഒരു പറ്റാണ്ടിരിക്കട്ടെ, അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും ആർക്കും പറ്റാണ്ടിരിക്കട്ടെ. പക്ഷേ എന്തെങ്കിലും ഒരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റിനാണ് ചെയ്യാൻ പോകുന്നത്. ആർക്ക് പോയി? നമുക്ക് തന്നെ പോയിട്ടുള്ളൂ. നമുക്ക് അടുത്തൊരു ക്യാമറ എടുക്കണമെങ്കിൽ അതേ രൂപ വീണ്ടും നമ്മൾ ആദ്യം മുതൽ ഇൻവെസ്റ്റ് ചെയ്യണം. നമുക്ക് ഈ ഒരു ക്യാമറ എടുത്തിട്ട് അതിൻ്റെ 4 ഭാഗം പോലും നമുക്ക് തിരിച്ച് റിട്ടേൺസ് കിട്ടിയില്ല എന്ന് വരുമ്പോൾ ഏതൊരാൾക്ക് ഉണ്ടാകുന്നൊരു സങ്കടം ഉണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്തു, അത്രയും പ്രതീക്ഷയിൽ നമ്മളൊരു ക്യാമറ എടുത്തിട്ട്. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഫീൽഡിൽ അവരവരുടേതായിട്ടുള്ള പെയിൻസും ഗെയിൻസും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ കാര്യത്തിൽ ഇങ്ങനെ വരുന്ന ടൈമിൽ എന്നെപ്പോലെ പല ഫോട്ടോഗ്രാഫേഴ്സിനും ഈ മീഡിയയിൽ നിൽക്കുന്ന ആൾക്കാർക്കും പെയിൻ മാത്രമേ ഉള്ളൂ, ഒരു ഗെയിനും ഇല്ല. കാരണം ഗെയിൻ മൊത്തം നമ്മളെ വെച്ച് യൂസ് ചെയ്യുന്ന, നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്ന ടീമിനോ അല്ലെങ്കിൽ കമ്പനിക്കോ വേണ്ടി മാത്രമാണ്. അവരവരുടെ പ്രൊഫൈൽ സെറ്റാക്കാനായിട്ട് നമ്മളുടെ അടുത്ത് കൊളാബ് ചോദിക്കുന്നു, നമ്മൾ ഫോട്ടോസ് എടുത്ത് കൊടുക്കുന്നു, അവർ കയറി വരുന്നു. ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾ മണ്ടന്മാരായി പോകുന്നു. ആ ഫണ്ട് ചോദിച്ചു കഴിഞ്ഞാലും പറയും പിക്കോട്ട്സ് ഇടാം. ഒരിക്കലും ഒരു പിക്കോട്ട്സിയോ ഒരു ടാഗോ കൊണ്ട് നിങ്ങൾക്ക് കഞ്ഞി കുടിക്കാനും പറ്റത്തില്ല, അരി മേടിക്കാനും പറ്റത്തില്ല. അതാണല്ലോ ഒരു സ്ഥിരം ക്ലീഷേ ഡയലോഗ് പറയുന്നത്. അത് തന്നെ ഞാനിവിടെ പറയാറുള്ളൂ. അടുത്ത EMI അടയ്ക്കാനായിട്ട് ആ പിക്കോട്ട്സി കൊണ്ട് നമ്മൾ ആ ബാങ്കിൽ കാണിച്ചാൽ അവർ സമ്മതിക്കും തോന്നുന്നുണ്ടോ? അവിടെ ഫണ്ട് തന്നെ കൊടുക്കണം, അല്ലാണ്ട് വേറെ വഴിയില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ക്യാമറയും എക്യുപ്മെൻസും ആയിട്ട് നമ്മളൊരു നല്ല മഴയുള്ള സമയത്തായിരിക്കും ചിലപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ടാവും, ആ ഒരു ക്യാമറ എടുത്ത് 2 ക്ലിക്കുന്നതിന് നിനക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട്? നിങ്ങളീ തീരുന്നതിന് മുന്നേ 100 പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടാവും. നിങ്ങളീ പറഞ്ഞ പോലെ നിങ്ങളെപ്പോലെ തന്നെ മറ്റുള്ളവരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. നമ്മുടെ മനസ്സ് സമ്മതിക്കത്തില്ല. കാരണം ആരെയും വെറുപ്പിക്കരുതെന്നുള്ളൊരു ആഗ്രഹം കൂടി നമ്മുടെ മനസ്സിലുണ്ടാവും. ഇന്നല്ലെങ്കിൽ നാളെ നമുക്കൊരു നല്ല കാലം വരും, അല്ലെങ്കിൽ നല്ലൊരു വർക്ക് വരും എന്നുള്ളൊരു പ്രതീക്ഷയും നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ ഏതൊരു മഴയത്താണെങ്കിലും നമ്മുടെ ബൈക്കിലാണെങ്കിലും, കാരണം എല്ലാവർക്കും കാർ ഉണ്ടാവണമെന്നൊന്നുമില്ല. അത്രയും സേഫ്റ്റ്ലി പൊതിഞ്ഞ് ഒരു കുഞ്ഞുവാവിനെ കൊണ്ട് നടക്കുന്ന പോലെയാണ് പലരും ക്യാമറ കൊണ്ട് നടക്കുന്നത്. ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആദ്യം മുതലേ നമ്മളെല്ലാം തുടങ്ങേണ്ട അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിക്കുക. നിങ്ങളുടെ വർക്കിന് കൊടുക്കുന്ന പ്രയോറിറ്റി പോലെ തന്നെ നമുക്കും നമ്മുടെ വർക്കിനോടുള്ള പ്രയോറിറ്റി ഉണ്ട്, ഈ ക്യാമറയോടുള്ള ഒരു റെസ്പെക്റ്റ് ഉണ്ട്. ചില ആൾക്കാർ പറയുന്നത് കേൾക്കാം, 1000 രൂപ തരും, ഉച്ചക്കത്തെ ഫുഡും തരും. ഫുഡ് കാണാണ്ട് കിടക്കുന്ന ആൾക്കാരല്ല ഫോട്ടോഗ്രാഫേഴ്സ്. ഇതൊക്കെ കേൾക്കുന്ന സമയത്തുണ്ടല്ലോ ദേഷ്യവും വിഷമവും സങ്കടവും ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. കാരണം ആരെയും യൂസ് ചെയ്യാണ്ട് നോക്കുക. കാരണം എല്ലാവർക്കും അവരവരുടേതായ പ്രശ്നങ്ങളുണ്ട്, ഇതുപോലെയുള്ള ബാധ്യതകളുണ്ട്, ഫാമിലി ഉണ്ട്. ചിലപ്പോൾ ഇതിൽ നിന്നൊക്കെയുള്ള റിട്ടേൺസ് കിട്ടിയിട്ട് വേണം നമുക്ക് നമ്മുടെ ഫാമിലിയും കാര്യങ്ങളും ഒക്കെ നോക്കേണ്ട ആൾക്കാർ ഒരുപാടുണ്ട്. ഓരോ കാര്യങ്ങളും കൊണ്ട് പണയം വെച്ചിട്ടും വിറ്റിട്ടും ഒക്കെ ആയിരിക്കും ഓരോ ആൾക്കാർ ക്യാമറ മേടിക്കുന്നതും അപ്ഡേറ്റ് ചെയ്യുന്നതും. ഈ ഒരു 5D Mark III ആയിട്ട് ഇപ്പോൾ ഒരു വർക്കിന് പോയി കഴിഞ്ഞാൽ ക്ലയൻറ്റ് ചോദിക്കും ഏതാണ് ക്യാമറയെന്ന്. 5D Mark III ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടാന്നേ അവർ വെക്കത്തുള്ളൂ. നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ് പറയാൻ പറ്റത്തില്ല. കാരണം എപ്പോഴും നമ്മൾ ഔട്ട്ഡേറ്റഡ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ക്യാമറ ഇറങ്ങുന്ന സമയത്തും ഇല്ലാത്ത കാശ് ലോൺ എടുത്ത് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഫീൽഡിലേക്ക് കഷ്ടപ്പെട്ട് കയറി വരുന്ന ആൾക്കാരെ ഒരിക്കലും എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്ടിരിക്കുക. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും ലൈഫിൽ ചെയ്തു വരുന്നത്. സോ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഞാൻ യൂസ് ചെയ്യുന്ന ഗാഡ്ഗറ്റ്സ്. ഞാൻ പറഞ്ഞ് കാട് കയറി എങ്ങോട്ടൊക്കെയോ പോയി, കുറച്ചുകൂടി ഇമോഷണലായിപ്പോയി. കാരണം ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു, ഞാൻ കൺട്രോൾ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ശരിക്കും ഇതൊക്കെ തന്നെയുള്ളൂ, വേറൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഗിയേഴ്സ്. ഇതൊന്നും അല്ലാണ്ട് കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളും കൂടെ ഉണ്ട്. അതൊക്കെ ഞാൻ അവിടെ എവിടെയൊക്കെ വെച്ചേക്കുവാണ്.
പിന്നെ സമയം കിട്ടുന്ന പോലെ ഓരോ എക്യുപ്മെൻറ്റിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വ്ളോഗ് ഞാൻ സമയം കിട്ടുന്ന പോലെ ഞാനത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്.